വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. അരൂർ സെന്റ് അഗസ്റ്റിൻസ് പള്ളിയിൽ നടന്ന പീഡാനുഭവ ദൃശ്യാവിഷ്കാരം ശ്രദ്ധേയമായി. വിശദമായ വാർത്തകൾ. അരൂർ സെന്റ് അഗസ്റ്റിൻ ചർച്ചിൽ ഓശാന ഞായർ ആചരണവും രക്ഷകന്റെ വഴി ദൃശ്യാവിഷ്കാരവും ക്രൈസ്തവർ വിശുദ്ധ വാരത്തിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായി അരൂർ സെന്റ് അഗസ്റ്റിൻസ് ഇടവകയിൽ ഓശാന ഞായർ ഭക്തിസാന്ദ്രമായി ആചരിച്ചു. യേശുദേവന്റെ ജെറുസലേം പ്രവേശനത്തെ അനുസ്മരിച്ചുകൊണ്ട് നടന്ന കുരുത്തോല പ്രദക്ഷിണത്തിലും പ്രത്യേക പ്രാർത്ഥനകളിലും നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. വിശുദ്ധവാരത്തോടനുബന്ധിച്ച് ഞായറാഴ്ച വൈകുന്നേരം യേശുവിന്റെ പീഡാസഹനങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് രക്ഷകന്റെ വഴി എന്ന പേരിൽ കുരിശിന്റെ വഴിയുടെ ദൃശ്യാവിഷ്കാരം നടന്നു. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എഴുതിയതും ഇടവക വികാരി ഫാദർ ഡോക്ടർ റാഫി പരിയാത്തുശ്ശേരി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതുമായ കുരിശിന്റെ വഴിയാണ് വേദിയിൽ ദൃശ്യവിരുന്നായത്. പ്രധാന സവിശേഷതകൾ: കൂട്ടായ പങ്കാളിത്തം. ഇടവകയിലെ 8 ബ്ലോക്കുകളുടെ നേതൃത്വത്തിലാണ് ദൃശ്യാവിഷ്കാരം ഒരുക്കിയത്. സംഗീത വിരുന്ന്. 62 കുടുംബ യൂണിറ്റുകളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട 124 ഗായകർ. ഓരോ യൂണിറ്റിൽ നിന്നും 2 പേർ വീതം ആലപിച്ച ഭക്തിഗാനങ്ങൾ ചടങ്ങുകൾക്ക് മാറ്റുകൂട്ടി. നേതൃത്വം: ഇടവക വികാരി ഫാദർ ഡോക്ടർ റാഫി പരിയാത്തുശ്ശേരി, സഹവികാരിമാരായ ഫാദർ ഗ്രിംബാൾഡ് ലെന്തപറമ്പിൽ, ഫാദർ അനൂപ് പോൾ ബ്ലാംപറമ്പിൽ, ഫാദർ സനീഷ് അഗസ്റ്റിൻ പുളിക്കപ്പറമ്പിൽ എന്നിവർ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി. മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്കായി ക്രിസ്തു സഹിച്ച പീഡാനുഭവങ്ങളുടെ ഓർമ്മ പുതുക്കിയ ഈ ദൃശ്യാവിഷ്കാരം വിശ്വാസികൾക്ക് ആത്മീയമായ വലിയൊരു അനുഭവമായി മാറി.